എന്റെ കാശ് മുഴുവൻ നശിപ്പിച്ചിട്ട് നിനക്ക് സുഖമായിട്ട് ജീവിക്കാന്ന് നീ സ്വപ്നം കണ്ട് നടക്കുക അല്ലേ? അത് നടക്കില്ല മോളെ. നിയമത്തിന്റെ മുന്നിൽ നിന്ന് നീ രക്ഷപ്പെട്ട് കാണും. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും? അതിന് തന്നെ ആർക്കാടോ പേടി? ഈ നാട്ടുകാര് തന്റെ കാശും സ്വാധീനം ഒക്കെ കണ്ട് പേടിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് ഒരു പേടിയുമില്ല. താനാ എന്റെ അച്ഛനെ കൊന്നെന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ തന്നോട് പ്രതികാരം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. എന്റെ ചേച്ചി നിയമത്തിന്റെ വഴിക്ക് തന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇത്രയും കാലം ഞാൻ അടങ്ങിയിരുന്നു. പക്ഷേ തന്നെ പോലുള്ള ചെറ്റകളെ നിയമത്തിന്റെ വഴിക്ക് നേരിടാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തിരഞ്ഞെടുത്ത വഴി എന്താണെന്ന് കാശ് പോയപ്പോ എനിക്ക് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കിയവരെ ഒന്നും ഞങ്ങൾ വെറുതെ വിടാറില്ല. എല്ലാത്തിനും ഞങ്ങൾ എണ്ണി എണ്ണി കണക്ക് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ മോള് 100 പേജുള്ള വരയിട്ട ഒരു ബുക്ക് വാങ്ങിച്ചു വെച്ചേക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിനും ഇഷ്ടം പോലെ ഇനിയും പണികൾ കിട്ടാനുണ്ട്. അതെല്ലാം ആ ബുക്കിൽ എഴുതി വെച്ചോ. കണക്ക് ചോദിക്കുമ്പോ ആവശ്യം വരും. തന്റെ കയ്യിൽ ഇനിയും കള്ളപ്പണം ഉണ്ടെന്ന് എനിക്കറിയാം. അതെവിടേക്ക് ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും. അതെല്ലാം തനിക്ക് നഷ്ടപ്പെടും. കുറെ കഷ്ടപ്പെട്ടിട്ടാ ഗോപാലിന് ഇന്ന് ഈ നിലയിലെത്തിയത്. അതിനിടയ്ക്ക് നിന്നെ പോലെ കുറെ തടസ്സങ്ങളെ നേരിട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് പകച്ചു നിൽക്കുന്ന ആളുമല്ല ഞാൻ. നിന്നെ പോലുള്ള തടസ്സങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന എന്റെ ഒരു രീതി. എന്നെ അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് കരുതണ്ട ഗോപാല. എടി, എന്റെ അച്ഛനോട് സംസാരിക്കുമ്പോ ബഹുമാനത്തോടെ സംസാരിക്കണം. എന്തിന്? നാട്ടുകാർക്ക് ചാരായം വിറ്റ് നടന്ന കന്നാസ് ഗോപാലനെ ഇത്രയൊക്കെ ബഹുമാനം മതി. തൊട്ടുപോകരുത്. എനിക്ക് ഗോപാൽജിയുടെ ന്യായീകരണം ഒന്നും കേൾക്കണ്ട. ഞാൻ പലവട്ടം ഗോപാൽജിയോട് പറഞ്ഞിട്ടുള്ളതാ, എന്റെ കുടുംബത്തിലുള്ളവരെ ദ്രോഹിച്ച ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്ന്. ഇനി ഇത് ആവർത്തിച്ച എന്റെ സ്വഭാവം മാറും. നീ ഇതെന്തൊക്കെയായി പറയുന്നേ? ആഹാ, നിങ്ങൾ ഇതൊക്കെ നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടാണോ വരുന്നേ? അതോ സ്പോട്ടിൽ ഡയലോഗ് ഉണ്ടാക്കി പറയുകയാണോ ചെയ്യാറ്? എന്ത് ഗംഭീരമായിട്ട് നിങ്ങൾ നാടകം കളിക്കുന്നേ. ആദ്യം വില്ലൻ വന്ന് തടയുന്നു, ഡയലോഗ് ആരംഭിക്കുന്നു, നായികയെ തല്ലാൻ പോകുന്നു, കൃത്യസമയത്ത് നായകൻ വരുന്നു. ഗിരിയേട്ടൻ കളിക്കുന്ന ഈ നാടകം കണ്ട് ചേച്ചി വിശ്വസിക്കായിരിക്കും. ഞാനത്ര മണ്ടിയൊന്നും അല്ല. ഗിരിയേട്ടൻ ഇയാളുടെ വാലി തൂങ്ങി നടക്കുന്ന ഒരാളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ എന്തെങ്കിലും പെർഫോമൻസ് നടന്നാ ഞാനിത് മറക്കുമെന്ന് കരുതണ്ട. എന്റെ അച്ഛന്റെ മരണത്തിന് നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടും ഞാൻ ഉത്തരം പറയിപ്പിക്കും. ഇവൾക്ക് വേണ്ടിയാ നീ അച്ഛനെ എതിർത്തത്. നിന്നെ ഇത്ര പോലെ വിശ്വാസമില്ലാത്തവൾക്ക് വേണ്ടി നീ എന്തിനാ വാദിക്കുന്നത്? മഹിമയ്ക്ക് എന്നോടും ഗോപാൽജിയോടും തോന്നുന്ന ദേഷ്യത്തിന് വ്യക്തമായ കാരണമുണ്ട്. ന്യായം അവളുടെ ഭാഗത്താണെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും അറിയാം. എന്നിട്ടും അവളെ ദ്രോഹിക്കാൻ ശ്രമിച്ച, കുട്ടിക്കാലത്ത് എന്റെ കൈപിടിച്ച് ധൈര്യമായിട്ട് ഈ ലോകത്തെ നേരിടാൻ പഠിപ്പിച്ച എന്റെ ആരാധ്യ പുരുഷനാണ് ഗോപാൽജി എന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. നീ എനിക്കെതിരെ തിരിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ സംഭവിച്ചാൽ ഗോപാൽജിയുടെ കോളറിൽ പിടിച്ച് ഞാൻ കണക്ക് ചോദിക്കും. ഇപ്പൊ വിശ്വാസമായോ? ഞാൻ അച്ഛനോട് പണ്ടേ പറയാറില്ലേ, ഇവൻ എപ്പോ വേണമെങ്കിലും അച്ഛനെതിരെ തിരിയാന്ന്. അങ്ങനെ തിരിഞ്ഞാൽ ഇവനേക്കാൾ അപകടകാരിയായി മറ്റാരും ഉണ്ടാവില്ല. കാരണം ഇവനേക്കാൾ നന്നായി നമ്മൾ വേറെ ആർക്കും അറിയില്ല. ഇനി എന്തിനിവിടെ നാണം കെട്ടി നിൽക്കുന്നേ? വാ പോവാം.